തുടക്കത്തിൽ വസന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അൻവർ വസന്തിനെ എതിർക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ ഇല്ലാതിരുന്നത്? രാഹുലിന്റെ മുഖം മാത്രം, പിന്നെ ബലൂണുകളുമാണ് ഉണ്ടായിരുന്നത്, കൊടികൾ ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യം തന്നെയാണെന്ന് വസന്ത് ഇവിടെ പറയുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കളും പറഞ്ഞു, ആ മുഖം, രാഹുലിന്റെ മുഖം ഉയർത്തിക്കാട്ടുവാനാണ് ഞങ്ങൾക്ക് താല്പര്യം, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വസന്ത് ഇവിടെ പറഞ്ഞത്, കഴിഞ്ഞ തവണ എന്താണ് സംഭവിച്ചത്? 2019 രാഹുൽ വയനാട്ടിൽ വന്നപ്പോൾ അവിടെ ലീഗിന്റെ കൊടികൾ കൂടുതലായിട്ട് ഉയർന്നിരുന്നു. എന്നിട്ട് ഈ കൊടി കൊണ്ട് വടക്കേ ഇന്ത്യയിൽ കൊണ്ടുപോയി BJP എതിർ പ്രചാരണമാണ് നടത്തിയത്. പാകിസ്ഥാനുമായി കൂട്ടിക്കെട്ടുകയായിരുന്നു. അത് വേണ്ട, അങ്ങനെ BJPക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടാണ് എടുത്തതെന്ന് വസന്ത് ഇവിടെ പറയുകയാണ്. അൻവർ പറഞ്ഞു പേടിയാണെന്ന്. ശ്രീ പ്രിന്റു, താങ്കളുടെ നിലപാട്? അല്ല, ഇതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ വന്നത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത വലിയ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം നമുക്കറിയാം, അമേഠിയിലെ തോൽവിയെ ഭയന്നുകൊണ്ടാണ് രാഹുൽ വയനാട്ടിലെത്തുന്നത്. ആ വയനാട്ടിലേക്ക് മാത്രം ഇത് ഒരുപക്ഷെ വയനാടല്ലാതെ വേണമെങ്കിൽ തിരുവനന്തപുരമോ ചാലക്കുടിയോ അല്ലെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളൊന്നും തെരഞ്ഞെടുക്കാതെ അദ്ദേഹം വയനാട് തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, വയനാട്ടിൽ അതിന്റെ കോൺഗ്രസിന്റെ സുരക്ഷിതത്വം കൊണ്ടല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഈ വയനാട് മണ്ഡലം മലപ്പുറത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് പകരം ഇനി വസന്ത് തെങ്ങുംപള്ളി അവിടെ നിന്നാൽ പോലും പുഷ്പം പോലും ജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു വയനാട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അദ്ദേഹം കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇപ്പൊ സത്യത്തിൽ മത്സരം രണ്ട് ദേശാടന പക്ഷികളും മണ്ണിന്റെ മകനായിട്ടുള്ള K. സുരേന്ദ്രനും തമ്മിലാണ്. ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്, ദേശാടന പക്ഷികൾ ഒരു പക്ഷേ ഈ കേരളത്തിൽ കൂടുവെച്ച് താമസിക്കാൻ തുടങ്ങിയെന്നാണ് നമ്മുടെ പക്ഷി നിരീക്ഷകന്മാർ പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആകെ വയനാട്ടിൽ 11 തവണയാണ് അദ്ദേഹം വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ലീഗിന്റെ കൊടി ഉയർത്താത്തതും കോൺഗ്രസിന്റെ കൊടി ഉയർത്താത്തതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും പാർട്ടി പതാകയെപ്പോലും ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് വേണ്ടി പണയം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതിലിപ്പോൾ പറയും, ഇവിടെ ലീഗിന്റെ കൊടി കണ്ടു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഇവർക്ക് വോട്ട് കുറയുമെങ്കിൽ എന്തിനാ ഇവർ ലീഗുകാരുടെ കൂടെ കൂടുന്നത്? അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ട് ഇവർ പറയണ്ടേ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന്? സമയത്ത് മുസ്ലിം ലീഗിന്റെ ശക്തമായ ഒരു സ്വാധീനമുള്ള സ്ഥലത്ത് വന്ന് മുസ്ലിം ലീഗിന്റെ കൊടി ഞങ്ങളുടെ കൂടെ ചേരുമ്പോൾ അതിനെ ഉത്തരേന്ത്യയിലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് രാഷ്ട്രീയം എന്താണ്? ഇതൊരു അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതിന്റെ അർത്ഥം ഒരേ സമയത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ വന്ന് മത്സരിക്കുകയും വേണം, മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്നുള്ള ഒരു ഇരട്ട തന്ത്രമാണ് കോൺഗ്രസ് ഇവിടെ പയറ്റുന്നത്. പക്ഷെ അതിന് വസന്ത് നൽകിയ മറുപടി, നിങ്ങളത് ദുരുപയോഗപ്പെടുത്തിയെന്നാണ്. നിങ്ങളത് മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച്, അല്ല, BJP അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് അവിടെ വോട്ടാക്കാൻ ശ്രമിച്ചു കോൺഗ്രസിനെതിരെ. അത് ഫലം കാണുകയും ചെയ്തു. ആദ്യത്തവണ വേണ്ട എന്ന്. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ്, അല്ലാതെ പാർട്ടി പതാക അടിയറ വെച്ചതല്ല. അതിനകത്ത് മഞ്ജു സാർ, അതിനകത്ത് കൃത്യമായിട്ട് അറിയാലോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കട്ടെ എന്നേ. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം ഒരേ സമയം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വോട്ട് വേണം, അതിന് ലീഗിന്റെ പതാക വേണ്ട, അതേസമയം ലീഗിന്റെ കോട്ടയിൽ വന്ന് അദ്ദേഹം മത്സരിക്കുകയും വേണം. അതൊരു ഇടപെടലല്ലേ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉത്തരേന്ത്യയിലെ ആളുകളെ ബോധിപ്പിക്കാറുണ്ട്, അദ്ദേഹം അമേഠിയിൽ തന്നെ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ മത്സരിക്കട്ടെ. അദ്ദേഹം സത്യത്തിൽ തോൽവിയെ ഭയന്നുകൊണ്ട് ഈ മുസ്ലിം ലീഗിന്റെ മരുപ്പച്ചയിൽ വന്നിരുന്ന് അഭിരമിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമാണ് എന്നുള്ളതിൽ വലിയൊരു കാര്യം കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഇപ്പൊ അദ്ദേഹം വരുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആ ആൾക്കൂട്ടത്തിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെ 5 വർഷമായി എന്തു ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു MPയെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് സ്വാഭാവികമായ ആ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാനാണ്. ഉത്തരേന്ത്യയിൽ ഇവർ പറയുന്ന നിരക്ഷരായിട്ടുള്ള ജനത, ഇവർ അങ്ങനെയാണല്ലോ പറയുന്നത്, UPയിലെ ആളുകൾക്കും നിരക്ഷരത എന്നുള്ള. നിരക്ഷരായിട്ടുള്ള UPയിലെ ജനത പോലും അമേഠിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും എടുത്ത് കൂത്തെറിഞ്ഞു. ഇനി വയനാട് കൂടിയാണ്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാട്ടർലൂ ആകാൻ സാധ്യതയുള്ള ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഈ കെട്ടിച്ചമച്ച ഒരു പരിവേഷത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒരു പക്വതയില്ലാത്ത നേതാവ് എന്ന രീതിയിൽ ആയതുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള പ്രധാനപ്പെട്ട. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വലിയൊരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയാണ് സത്യത്തിൽ വയനാടിനെ വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കാണിച്ചുകൊണ്ട് ഇവർ എന്തുദ്ദേശമാണ് പറയുന്നത്? ഇവിടെ നോക്കൂ, ഈ വയനാട് മണ്ഡലം രൂപീകരിച്ച സമയത്ത് MA ഷാനവാസ് അദ്ദേഹം 2 ലക്ഷത്തിലധികം വോട്ടിനാണ് അവിടെ ജയിച്ചത്. പിന്നീട് രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ശക്തമായ മണ്ഡലങ്ങളിൽ മത്സരിക്കട്ടെ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ലീഗിന്റെ കൊടി വേണ്ട, ലീഗുകാരുടെ വോട്ട് വേണം. ഇത് ലീഗുകാർക്കിടയിൽ പോലും അമർഷം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വലുതാണ്.